നമസ്കാരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ചാ വിഷയമാവുന്ന മണ്ഡലമാണ് വടകര മണ്ഡലം. പ്രചാരണത്തിലൂടെ അപരിചിതത്വം മറികടക്കാൻ ഷാഫിക്ക് ആയിട്ടുണ്ടെങ്കിലും വോട്ട് മറിക്കാനായോ എന്ന ചോദ്യം ഉയർന്നു നിൽക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ വിജയം ഉറപ്പാണെന്ന് LDF സ്ഥാനാർത്ഥി KK ശൈലജ പറയുന്നു. ഭൂരിപക്ഷത്തെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ലെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം പറഞ്ഞിട്ടുണ്ട്. 2 MLA മാർ ജനവിധി തേടിയ മണ്ഡലമാണ് വടകര. കൂത്തുപറമ്പ് MLA ആയ ശൈലജയ്ക്കെതിരെ പാലക്കാട് MLA ഷാഫി പറമ്പലിനെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയിരുന്നത്. വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വിജയപ്രതീക്ഷ പങ്കുവച്ച KK ശൈലജ വടകരയിൽ തോൽക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു അട്ടിമറി നടന്നോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കുന്നില്ലെന്നും അവർ പ്രതികരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കാൻ പാടില്ലാത്ത ധ്രുവീകരണ പ്രവർത്തനങ്ങളാണ് UDF-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഒരു ഭാഗത്ത് വോട്ട് പർച്ചേസിനുള്ള പരിശ്രമം നടന്നെന്നും ഇടത് സ്ഥാനാർത്ഥി പറയുന്നു. എക്സിറ്റ് പോൾ റിസൾട്ടുകൾ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല. പലപ്പോഴും എക്സിറ്റ് പോളിന് എതിരായിട്ടാണ് ഫലം വന്നിട്ടുള്ളതെന്നും ശൈലജ കൂട്ടിച്ചേർത്തു. CPM-ന്റെ വിലയിരുത്തലിൽ സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് നല്ല വിജയം ഉണ്ടാവുമെന്നും KK ശൈലജ പറയുന്നു. പുറത്തു വന്ന എക്സിറ്റ് പോൾ റിസൾട്ടിൽ KK ശൈലജയ്ക്ക് തന്നെയാണ് വിജയം. കടുത്ത മത്സരമാണ് വടകരയിൽ നടന്നതെന്നാണ് എക്സിറ്റ് പോളിന്റെ വിലയിരുത്തൽ. ഒരു ചെറിയ ശതമാനം വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് ഷാഫിയും ശൈലജയും തമ്മിൽ. എന്തു തന്നെയാണെങ്കിലും റിസൾട്ട് നാളെ വരുന്നതാണ്. വടകരയിൽ ആര് ജയിച്ചു, തൃശ്ശൂരിൽ ആര് ജയിച്ചു, തിരുവനന്തപുരത്ത് ആര് ജയിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് നാളെ തന്നെ അറിയാവുന്നതാണ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.